ഇൻകം കൺസപ്ഷൻ കർവ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻകം എഫക്റ്റ് എന്താണെന്ന് നോക്കാം. ദ എഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ കൺസ്യൂമേഴ്സ് ഇൻകം ഓൺ ഹിസ് ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ ഓർ ഡിമാൻഡ് ഓഫ് ടു കമ്മോഡിറ്റീസ്, പ്രൈസ് ആൻഡ് അതർ ഫാക്ടേഴ്സ് റിമൈനിങ് കോൺസ്റ്റൻറ്റ് ഈസ് നോൺ ആസ് ഇൻകം എഫക്റ്റ്. In short, the effect of a change in income on quantity demanded and on consumers' equilibrium is called income effect. അതായത് ഇൻകത്തിലുണ്ടാവുന്ന മാറ്റം ഒരു ഉപഭോക്താവിൻ്റെ മൊത്തത്തിലുള്ള സാറ്റിസ്ഫാക്ഷനെയോ വിലയും മറ്റ് ഘടകങ്ങളും സ്ഥിരമായിരിക്കുമ്പോൾ രണ്ട് കമ്മോഡിറ്റീസിൻ്റെ ഡിമാൻഡിലും ഉണ്ടാക്കുന്ന മാറ്റത്തെയാണ് ഇൻകം എഫക്റ്റ് എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇൻകത്തിലുണ്ടാവുന്ന മാറ്റത്തിനനുസരിച്ച് കൺസ്യൂമറിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിലും ഇക്വിലിബ്രിയത്തിലും മാറ്റമുണ്ടാവുന്നു. ഇതിനെയാണ് ഇൻകം എഫക്റ്റ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ഷോൺ ഇൻ ദ ഫോളോവിങ് ഡയഗ്രാം. ഈ ഡയഗ്രത്തിൽ പറയുന്നത് ഒരു കൺസ്യൂമറിൻ്റെ ഇൻകം ചേഞ്ച് ആവുന്നതിനനുസരിച്ച് ബജറ്റ് ലൈനും ചേഞ്ച് ആവുന്നു. ഇഫ് ഇൻകം ഇൻക്രീസസ് ദ ബജറ്റ് ലൈൻ വിൽ ഷിഫ്റ്റ് അപ്വേർഡ്സ്. ഇഫ് ഇൻകം ഡിക്രീസസ് ദ ബജറ്റ് ലൈൻ വിൽ ഷിഫ്റ്റ് ഡൗൺവേർഡ്സ്. ഡയഗ്രത്തിലേക്ക് വരാം. ദ കൺസ്യൂമർ ഈസ് ഇനീഷ്യലി ഇൻ ഇക്വിലിബ്രിയം അറ്റ് പോയിന്റ് Q1 ഓൺ ദ ഇൻഡിഫറൻസ് കർവ് IC1 വിത്ത് ദ ബജറ്റ് ലൈൻ P1 L1. അറ്റ് ഇക്വിലിബ്രിയം പോയിന്റ് Q1 ദ കൺസ്യൂമർ കൺസ്യൂംസ് OM1 ഓഫ് X ആൻഡ് ON1 ഓഫ് Y. ചിത്രത്തിൽ റെഡ് കളർ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗത്താണ് പറയുന്നത്. ഇവിടെ ബജറ്റ് ലൈൻ എന്ന് പറയുന്നത് P1 L1ഉം ഇൻഡിഫറൻസ് കർവ് IC1ഉമാണ്. ഇവിടെ ഉണ്ടാകുന്ന ഇക്വിലിബ്രിയം പോയിൻ്റാണ് Q1. ഇവിടെ ഒരു കൺസ്യൂമറിന് OM1 Xഉം ON1 Yയും ഉപയോഗിക്കാൻ സാധിക്കുന്നു. The new budget line is P2 L2. With the budget line P2 L2, the consumer is in equilibrium at point Q2 on indifference curve IC2. At the new equilibrium point Q2, the consumer buys more OM2 of X and ON2 of Y. ഇവിടെ ചിത്രത്തിൽ വയലറ്റ് കളർ ഭാഗത്ത് സൂചിപ്പിക്കുന്നതാണ് പറയുന്നത്. ഇവിടെ പുതുതായിട്ടുള്ള ബജറ്റ് ലൈൻ എന്ന് പറയുന്നത് P2 L2 ആണ്. ബജറ്റ് ലൈൻ P2 L2ഉം ഇൻഡിഫറൻസ് കർവ് IC2ലും ഉണ്ടാവുന്ന ഇക്വിലിബ്രിയം പോയിൻ്റാണ് Q2. ഇവിടെ കൺസ്യൂമറിന് OM2 Xഉം ON2 Yയും വാങ്ങിക്കാൻ കഴിയുന്നു. We can see that with increase in income of the consumer buys more of both X and Y. If income increases further, the budget line shifts to P3 L3. The new equilibrium point will be Q3 on indifference curve IC3. Q3 represents higher quantity of X and Y. ചിത്രത്തിൽ ഓറഞ്ച് കളർ ഭാഗത്ത് സൂചിപ്പിക്കുന്നതാണ് പറയുന്നത്. ഇൻകം കൂടുന്നതിനനുസരിച്ച് കൺസ്യൂമറിന് കൂടുതൽ Xഉം Yയും വാങ്ങിക്കാൻ കഴിയുന്നു. ഇൻകം വർദ്ധിച്ചപ്പോൾ ബജറ്റ് ലൈനിൽ മാറ്റമുണ്ടായി. പുതിയ ബജറ്റ് ലൈൻ എന്ന് പറയുന്നത് P3 L3 ആണ്. ഇൻഡിഫറൻസ് കർവ് IC3. ഇവിടെ ഉണ്ടാവുന്ന ഇക്വിലിബ്രിയം പോയിൻ്റാണ് Q3. ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് Xൻ്റെയും Yയുടെയും ഹയർ ക്വാണ്ടിറ്റിയാണ്. The same trend continues when the income increases further as represented by the budget line P4 L4 and equilibrium shift to Q4. ചിത്രത്തിൽ ബ്ലൂ കളർ മാർക്ക് ചെയ്തതുപോലെ വീണ്ടും ഇൻകം വർദ്ധിക്കുമ്പോൾ ബജറ്റ് ലൈനിൽ മാറ്റമുണ്ടാകുന്നു. പുതിയ ബജറ്റ് ലൈൻ എന്ന് പറയുന്നത് P4 L4 ആണ്. ഇവിടെ ന്യൂ ഇക്വിലിബ്രിയം പോയിൻ്റ് Q4. If these various points of equilibriums Q1, Q2, Q3, Q4 are joined together, we will get income consumption curve. ഇങ്ങനെ കിട്ടിയ ഇക്വിലിബ്രിയം പോയിൻ്റായ Q1, Q2, Q3, Q4 ചേർത്ത് വരയ്ക്കുമ്പോഴാണ് നമുക്ക് ഇൻകം കൺസപ്ഷൻ കർവ് കിട്ടുന്നത്. ചിത്രത്തിൽ ഗ്രീൻ കളർ മാർക്ക് ചെയ്തതുപോലെ. അതായത് ഇൻകം കൺസപ്ഷൻ കർവ് എന്ന് പറയുന്നത് ഇൻകം കൺസപ്ഷൻ കർവ് ഈസ് ദെർഫോർ ദ ലോക്കസ് പോയിൻ്റ് ഓഫ് ഇക്വിലിബ്രിയം പോയിൻ്റ് അറ്റ് വേരിയസ് ലെവൽ ഓഫ് കൺസ്യൂമേഴ്സ് ഇൻകം. ഇൻകം കൺസപ്ഷൻ കർവ് ഷോസ് ദ ഇൻകം എഫക്റ്റ് ഓൺ ഗുഡ്സ് കൺസ്യൂംഡ്. Income effect can either be positive or negative. Income consumption curve can take different shapes. അതായത് ഒരു കൺസ്യൂമറിൻ്റെ വിവിധ തലത്തിലുള്ള ഇക്വിലിബ്രിയം പോയിൻറ്റിൻ്റെ ലോക്കസ് പോയിൻ്റാണ് ഇൻകം കൺസപ്ഷൻ കർവ് എന്ന് പറയുന്നത്. ഒരു ഗുഡ് കൺസ്യൂം ചെയ്യുന്നതിലൂടെയുള്ള ഇൻകം എഫക്റ്റാണ് ഇത് കാണിക്കുന്നത്. ഈ ഇൻകം എഫക്റ്റ് പോസിറ്റീവോ നെഗറ്റീവോ ആവാം. ഇൻകം കൺസപ്ഷൻ കർവിന് വിവിധ ഷേപ്പുകളുമുണ്ട്. പ്രൈസ് കൺസപ്ഷൻ കർവ്. ആദ്യമായിട്ട് പ്രൈസ് എഫക്റ്റ് എന്താണെന്ന് നോക്കാം. It is possible that the income of consumer remain the same, but the price of commodities may change. When the price of one commodity changes, the equilibrium of the consumer also changes. The slope of the budget line of the consumer also shifts. When the price of a good fall, the real income of consumer increases. Then the consumer would shift to higher indifference curve
On the other hand, if the price of a good rises, the real income of consumer falls. The effect of a change in income of a good on the quantity of its purchase is known as price effect. The price of other good and the income of consumer remain the same. അതായത് ഇൻകം കൺസെപ്ഷൻ കർവിൽ ഇൻകം ആണ് ചേഞ്ച് ആയത്. അവിടെ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരുന്നു. ഇവിടെ എക്സ് വൈ എന്നീ രണ്ട് പ്രൊഡക്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ കൺസ്യൂമറിൻ്റെ ഇൻകം ചേഞ്ച് ആവുന്നില്ല, പക്ഷേ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ചേഞ്ച് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ കൺസ്യൂമറിൻ്റെ ഇക്വിലിബ്രിയത്തിലും ബജറ്റിൻ്റെ സ്ലോപ്പിലും മാറ്റമുണ്ടാവുന്നു. രണ്ട് പ്രൊഡക്റ്റിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ വില ഇടിയുമ്പോൾ ഒരു കൺസ്യൂമറിൻ്റെ റിയൽ ഇൻകം കൂടുന്നു, അതായത് അയാൾക്ക് ആ പ്രൊഡക്റ്റ് കൂടുതലായിട്ട് വാങ്ങിക്കാൻ സാധിക്കുന്നു. ദെൻ ദ കൺസ്യൂമർ വുഡ് ഷിഫ്റ്റ് ടു എ ഹയർ ഇൻഡിഫറൻസ് കർവ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിൻ്റെ വിലയിലുണ്ടാവുന്ന മാറ്റം അത് പർച്ചേസ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയിൽ മാറ്റമുണ്ടാക്കുന്നു. ഇതാണ് പ്രൈസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതൊരു ഡയഗ്രത്തിൻ്റെ സഹായത്തോടെ പറയാം. ഈ ഡയഗ്രത്തിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസും കൺസ്യൂമറിൻ്റെ ഇൻകവും മാറുന്നില്ല, അത് രണ്ടും അവിടെ ഫിക്സഡ് ആണ്. In the diagram, commodity X is taken on X-axis and commodity Y is taken on Y-axis. Money income of consumer remains constant. The price line is AB. The consumer reaches at the equilibrium point E. At that point, the price line AB is tangent to indifference curve. Suppose the price of X falls, the consumer shall be able to buy more quantity of X. ഇവിടെ എക്സ് ആക്സിസിലെ കമ്മോഡിറ്റി എക്സും വൈ ആക്സിസിലെ കമ്മോഡിറ്റി വൈയുമാണ് കാണിച്ചിരിക്കുന്നത്. മണി ഇൻകം എന്ന് പറയുന്നത് ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോഴുണ്ടാവുന്ന പ്രൈസ് ലൈനാണ് എ ബി. ചിത്രത്തിൽ വയലറ്റ് കളർ മാർക്ക് ചെയ്തതുപോലെ ഇവിടെ ഉണ്ടാവുന്ന ഇക്വിലിബ്രിയം പോയിൻ്റാണ് ഇ. ഈ ഇക്വിലിബ്രിയം പോയിന്റിൽ പ്രൈസ് ലൈൻ എ ബി ഈസ് ടാൻജൻറ്റ് ടു ഇൻഡിഫറൻസ് കർവ്. ഇവിടെ എക്സിൻ്റെ വില കുറയുകയാണെങ്കിൽ കൺസ്യൂമറിന് കൂടുതൽ എക്സ് വാങ്ങിക്കാൻ സാധിക്കുന്നു. Here, the money income of consumer remains unchanged and the price of Y also remains unchanged. Hence, the price line not be parallel to old price line, only a shift in the price line but not parallel. ഇവിടെ കൺസ്യൂമറിൻ്റെ ഇൻകത്തിലും വൈയുടെ പ്രൈസിലും മാറ്റം ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രൈസ് ലൈൻ ഓൾഡ് പ്രൈസ് ലൈനിന് സമാന്തരമല്ല. അത് ഷിഫ്റ്റ് ആവുന്നുണ്ട്, പക്ഷേ അതൊരു പാരലൽ ഷിഫ്റ്റ് അല്ല. ചിത്രത്തിൽ റെഡ് കളറിൽ കാണിക്കുന്നത് പോലെ. It starts from point A. That indicates that with the economy, income of the consumer and the price of Y remaining constant, the consumer shall not be able to buy more quantity of Y. He shall buy more X because the price of X has fallen. അതായത് കൺസ്യൂമറിൻ്റെ ഇൻകവും വൈൻ്റെ പ്രൈസും സ്ഥിരമായിരിക്കുമ്പോൾ കൺസ്യൂമറിന് കൂടുതൽ വൈ വാങ്ങിക്കാൻ കഴിയില്ല. അയാൾക്ക് എക്സ് മാത്രമേ വാങ്ങിക്കാൻ കഴിയുകയുള്ളൂ, കാരണം എക്സിൻ്റെ പ്രൈസ് അവിടെ കുറവാണ്. Here, his price line shifted to AB1. Now the consumer reaches at a new equilibrium point E1. ഇവിടെ പ്രൈസ് ലൈൻ എന്ന് പറയുന്നത് AB1ലേക്ക് മാറുന്നു. അതായത് ചിത്രത്തിൽ റെഡ് കളർ മാർക്ക് ചെയ്തതുപോലെ ന്യൂ ഇക്വിലിബ്രിയം പോയിന്റ് E1 ആവുന്നു. അറ്റ് ദീസ് പോയിന്റ് ഹി ബൈസ് OM1 ക്വാണ്ടിറ്റി ഓഫ് എക്സ് ആൻഡ് ON1 ക്വാണ്ടിറ്റി ഓഫ് വൈ. ഈ പോയിന്റിൽ കൺസ്യൂമറിന് OM1 എക്സും ON1 വൈയും വാങ്ങിക്കാൻ സാധിക്കുന്നു. Suppose the price of X falls further again, the real income of consumer increases. The price line again shifted to AB2. Suppose എക്സിൻ്റെ പ്രൈസ് വീണ്ടും കുറഞ്ഞാൽ കൺസ്യൂമറിൻ്റെ റിയൽ ഇൻകം കൂടുന്നു. പ്രൈസ് ലൈൻ AB2യിലേക്ക് മാറുന്നു. ചിത്രത്തിൽ യെല്ലോ കളർ കാണിക്കുന്നത് പോലെ. ദ ന്യൂ ഇക്വിലിബ്രിയം പോയിന്റ് ഈസ് E2, where the budget line AB2 is tangent to the higher indifference curve IC3. ഇവിടെ ന്യൂ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത് E2 ആണ്. ഇവിടെ പ്രൈസ് ലൈൻ AB2 ഈസ് ടാൻജൻറ്റ് ടു IC3. അറ്റ് ദീസ് പോയിന്റ് ദ ക്വാണ്ടിറ്റി ഓഫ് പർച്ചേസ് ഓഫ് എക്സ് ഈസ് OM2 ആൻഡ് ദാറ്റ് ഓഫ് വൈ ഈസ് ON2. ഇവിടെ കൺസ്യൂമറിന് OM2 ക്വാണ്ടിറ്റി എക്സും ON2 ക്വാണ്ടിറ്റി വൈയും വാങ്ങിക്കാൻ കഴിയുന്നു. When we join all successive points of equilibrium, we get a curve. This is called price conception curve. It is also called price offer curve. ഇങ്ങനെ കിട്ടുന്ന എല്ലാ ഇക്വിലിബ്രിയം പോയിൻറ്റ്സും ചേർത്ത് വരയ്ക്കുമ്പോൾ കിട്ടുന്ന കേർവാണ് പ്രൈസ് കൺസെപ്ഷൻ കേർവ് എന്ന് പറയുന്നത്. ഇതിനെ പ്രൈസ് ഓഫർ കേർവ് എന്നും പറയുന്നു.
ചിത്രത്തിൽ ഓറഞ്ച് കളർ മാർക്ക് ചെയ്തതുപോലെ. Thus, the curve connecting different equilibrium points when the price of only one commodity changes and the price of other commodity and the money income remains the same is known as price consumption curve. അതായത് ഒരു കമ്മോഡിറ്റിയുടെ വില മാത്രം ചേഞ്ച് ആവുകയും മറ്റേ കമ്മോഡിറ്റിയുടെ വിലയും മണി ഇൻകവും സ്ഥിരമായിരിക്കുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വിലിബ്രിയം പോയിൻറ്റ്സ് കണക്ട് ചെയ്താൽ ഉണ്ടാവുന്ന കേവാണ് PCC എന്ന് പറയുന്നത്. It shows how the change in price of good affect the consumer's purchases or equilibrium. സാധനങ്ങളുടെ വിലയിലുണ്ടാവുന്ന മാറ്റം കൺസ്യൂമറിൻ്റെ പർച്ചേസിനെയും ഇക്വിലിബ്രിയത്തെയും എങ്ങനെ ബാധിക്കുന്നു എന്നും ഇത് കാണിക്കുന്നു.